ഹായ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ജെൻഡർ എന്താണെന്ന് അറിയാൻ കുറേ കപ്പിൾസിന് അമിതമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ഇന്ത്യയിൽ ഇല്ലീഗൽ ആണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കത്തില്ല. പക്ഷേ ഇൻഡയറക്ട്ലി എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ എന്ന് അവർ തേടി പിടിക്കും. ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. നമ്മുടെ യൂറിൻ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ബോയ് ആണോ ഗേൾ ആണെന്ന് കണ്ടുപിടിക്കാം. സോ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോലെ തന്നെ ഒരു കിറ്റാണത്. അതിൽ 1-2 തുള്ളി യൂറിൻ ഇടുമ്പോൾ ബേബി ബോയ് ആണ് ഗേൾ ആണെന്ന് പറയാൻ പറ്റും. അതിന്റെ കളർ ചേഞ്ച് ഉണ്ടാവും. പിങ്ക് ആണെങ്കിൽ ഗേൾ ആയിരിക്കും, ബ്ലൂ ആണെങ്കിൽ ബോയ് ആയിരിക്കും. സോ അവർ ക്ലെയിം ചെയ്യുന്നത് അമ്മയുടെ യൂറിനിൽ ബേബിയുടെ സെൽസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഈ ക്രോമോസോംസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബോയ് ആണോ ഗേൾ ആണെന്ന് കണ്ടുപിടിക്കുന്നുള്ളത്. സോ ഇത് മിക്കവാറും ഒരു ഫേക്ക് ഒരു പ്രോമിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് ഒരു ഗിമിക് ആയിരിക്കും. ബിക്കോസ് അമ്മയുടെ യൂറിനിൽ ബേബീസിന്റെ സെൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ തന്നെ വളരെ അൺലൈക്ലി ആണ്. അതൊരു ഹോൾ സെല്ലായിട്ട് ഡീനേച്ചേർഡ് ആവാതെ അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആവാത്തൊരു സെല്ലായിട്ട് കിട്ടുന്നത് തന്നെ വളരെ പാടാണ്. എന്നിട്ട് അതിൽ നിന്ന് ബേബിയുടെ DNA എടുക്കുന്നത് ഈ ഒരു ചെറിയ ഡിവൈസ് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം, ബേബിയുടെ ജെൻഡർ അറിയുന്നത് അല്ലെങ്കിൽ ജെൻഡർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് കിട്ടുന്നത് എന്താണോ അത് ഹാപ്പി ആയിട്ട് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ചില കൺട്രീസിൽ അൾട്രാസൗണ്ട് സ്കാനിലൂടെ തന്നെ അവർ ജെൻഡർ റിവീൽ ചെയ്ത് തരും, ബിക്കോസ് അവിടെ അത് ലീഗലായിരിക്കും. പക്ഷെ നമ്മുടെ കൺട്രിയിൽ ഡ്യൂ ടു വേരിയസ് റീസൺസ് അത് ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിറകെ പോയി അല്ലെങ്കിൽ കുറേ കാശും ടൈമും വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.